ഭരണഘടന എത്ര തന്നെ നല്ലതായാലും അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വിശുദ്ധി ഇല്ലാതായാൽ ഭരണഘടനയുടെ മൂല്യം നഷ്ടപ്പെടാനിടയുണ്ട്. ഭരണഘടന നിർമ്മാണ വേളയിലെ ഡോക്ടർ BR അംബേദ്കറുടെ പ്രസക്തമായ നിരീക്ഷണമാണിത്. എന്തുകൊണ്ടാണ് ഇതിന് ഇപ്പോൾ പ്രസക്തി എന്നല്ലേ പറയാം. സോഷ്യലിസ്റ്റ് ഷാമ്പയിൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ കഴിഞ്ഞ ദിവസം ഒരു വിദേശ യുവതി പങ്കുവച്ച ചില വസ്തുതകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇന്ത്യയുടെയും ചൈനയുടെയും വികസനങ്ങളിലെ വ്യത്യാസങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കീഴിൽ ചൈന നേടിയ പുരോഗതിയും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു വീഡിയോ. China isn't socialist case, so why isn't India anything like China? Parallel colonized history, factory nations, massive populations. The two even began with similar per capita incomes in the 1950s. Now the reality of these two is like night and day difference. ഈ വീഡിയോയിൽ വിവരിക്കുന്ന കാര്യങ്ങളെ അംബേദ്കറുടെ നിരീക്ഷണത്തിനൊപ്പം കൂട്ടി വായിച്ചാൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ സർക്കാരുകൾക്ക് കീഴിൽ കേരളം പുരോഗതി നേടിയെന്നതിന് വ്യക്തമായ ഉത്തരം ലഭിക്കും. മാത്രമല്ല, ബൂർഷ്വാ ജനാധിപത്യത്തെക്കാൾ സോഷ്യലിസ്റ്റ് ആസൂത്രണം എത്രത്തോളം മികച്ചതാണെന്നും മനസ്സിലാവും. ഒരേ കാലഘട്ടത്തിൽ ഏകദേശം ഒരേ ആളോഹരി വരുമാനത്തിൽ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. എന്നാൽ ഇന്ന് ഇരു രാജ്യങ്ങളുടെയും വികസന സൂചകങ്ങൾ തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഏറെ പിന്നിലാണെന്ന് ഇരു രാജ്യങ്ങളിലെയും സാമ്പത്തിക സാമൂഹിക വികസന സൂചകങ്ങളെ മുൻനിർത്തി വിശകലനം നടത്തിയിരിക്കുന്നതാണ് വീഡിയോ. പൊതുജനാരോഗ്യത്തിനായി ചൈന GDPയുടെ 7% മാറ്റിവെക്കുമ്പോൾ ഇന്ത്യ ചിലവഴിക്കുന്നത് 1 മുതൽ 2% വരെ മാത്രമാണ്. GDP ഉയരുമ്പോൾ പോലും ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് വ്യാപകമാണ്. ജാതി അധിഷ്ഠിത ചൂഷണങ്ങൾ ഇന്നും തുടരുന്നു. ശിശുമരണ നിരക്കിൽ ചൈനയിൽ 1000-ൽ 4 കുട്ടികൾ ആണെങ്കിൽ ഇന്ത്യയിൽ ഇത് 28 ആണ്. ഇന്ത്യയുടെ വികസനം ഉന്നത വർഗത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ചിതറിക്കിടക്കുമ്പോൾ ചൈനയുടെ കേന്ദ്രീകൃത ഭരണകൂടം ദീർഘകാല സാമൂഹിക വികസനത്തിനാണ് ശ്രദ്ധിക്കുന്നത്. ആഭ്യന്തര വിപണിയെയും തദ്ദേശീയ ഘടകങ്ങളെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് ചൈന ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. വികസനങ്ങൾ പരിശോധിക്കുമ്പോൾ ചൈനയ്ക്കൊപ്പം നിൽക്കുന്നത് കേരളം മാത്രമാണ്. അതും ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കൃത്യമായ ഭരണവും ഇടതുപക്ഷ ബദലുമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ ഈ സമാനതകളില്ലാത്ത നേട്ടത്തിലേക്ക് നയിച്ചത്. ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണത്തിന് കീഴിൽ നടന്ന കൃത്യമായ ഭൂപരിഷ്കരണവും മികച്ച സാമൂഹിക നയങ്ങളും കേരളത്തെ അതിദരിദ്രതയില്ലാത്ത സംസ്ഥാനമാക്കാൻ സഹായിച്ചു. ഒപ്പം സാക്ഷരത വർദ്ധിപ്പിക്കാനും പൊതുജനാരോഗ്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനും ഇടതുപക്ഷ ഭരണത്തിലൂടെ കേരളത്തിന് സാധിച്ചു. എന്നാൽ പണമൊഴുക്കി ആളുകളെ സ്വാധീനിക്കുന്ന ബൂർഷ്വാ ജനാധിപത്യ വ്യവസ്ഥയുടെ പോരായ്മകൾ കാരണം ഈ വികസന മാതൃക മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് പലപ്പോഴും അധികാരം നഷ്ടമാകാം. ആയുധ കച്ചവടവും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള അധിനിവേശവും ഇല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മുതലാളിത്ത വ്യവസ്ഥയോടുള്ള ഉദാരത പരാജയമാണെന്ന് വ്യക്തമായിട്ടും മോദി സർക്കാരിന്റെ അമേരിക്കൻ വിധേയത്വത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫാസിസം ജനാധിപത്യവും കോടതികളും ഇല്ലാതാക്കിയെങ്കിൽ ഇന്നത്തെ ഫാസിസം കോടതിയും പാർലമെന്റും നിലനിർത്തിക്കൊണ്ട് അവയുടെ അധികാരത്തെ ചോർത്തിക്കളയുന്നുവെന്ന് മാത്രം. വൻകിട കോർപ്പറേറ്റുകൾക്ക് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വിലക്കെടുക്കാൻ അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ മോദി സർക്കാർ ഇപ്പോഴും പരാജയപ്പെട്ട അമേരിക്കൻ നയങ്ങളെ പിന്തുടരുകയാണ്. ഈ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് കൊള്ളയ്ക്കെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ആഗോളതലത്തിൽ മുതലാളിത്ത ശക്തികൾ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ LDFന് അധികാരം നഷ്ടപ്പെട്ട ഘട്ടത്തിൽ ഇനി എവിടെയും കമ്മ്യൂണിസം ഇല്ല എന്ന് വലതുപക്ഷ ശക്തികൾ ആഘോഷിച്ചിരുന്നു. എന്നാൽ ഇടതുപക്ഷം ജനങ്ങളിലേക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുന്നതും അവരുടെ നയങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നതുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുതലാളിത്ത കൊള്ള മനുഷ്യത്വമില്ലാത്ത ചൂഷണമായി മാറുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ആശയപരവും പ്രായോഗികവുമായ കരുത്ത് ഇടതുപക്ഷത്തിന് മാത്രമാണുള്ളത്. ഊതിപ്പെരിപ്പിച്ച നുണപ്രചാരണങ്ങളെ തകർക്കാൻ ഇടതുപക്ഷ ശാസ്ത്രബോധത്തിന് മാത്രമേ കഴിയൂ എന്നതിനാലാണ് ലോകമെമ്പാടുമുള്ള മൂലധന ശക്തികൾ ഇടതുപക്ഷത്തെ ഒത്തുചേർന്ന് ആക്രമിക്കുന്നത്.